ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിന് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏറ്റവും ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യങ്ങളിലൊന്നാണ് ഡ്രസ്സിങ് ഏരിയ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂം യൂസ് ചെയ്തു, അതിനുശേഷം നമ്മുടെ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ കബോർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൻ്റെ അകത്തായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റൂമിൻ്റെ അകത്ത് കൺജസ്റ്റഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൊടുക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് 2 ക്യാബിൻ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ കുളി കഴിഞ്ഞ് കാര്യങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ഡ്രസ്സ് ചെയ്യാനും, അതുമാത്രം തന്നെ നമുക്ക് പഴയ ഡ്രസ്സ്, അതായത് മുഷിഞ്ഞ ഡ്രസ്സുകൾ നമുക്ക് സെപ്പറേറ്റ് മാറ്റി റൂമിലേക്ക് വരാത്ത രീതിയിൽ, അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളും റൂമിലേക്ക് വരാത്ത രീതിയിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു അടിപൊളി വർക്ക് ഏരിയ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ഡ്രസ്സിങ് ഏരിയ, അതായത് റൂം കഴിഞ്ഞ് അറ്റാച്ച് ബാത്റൂമിലേക്ക് വരുന്ന ഏരിയയിൽ നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രം മതി, ഒരു മാക്സിമം പോയി ഒരു 100 സെൻറ്റിമീറ്റർ മാത്രം മതി. 100 സെൻറ്റിമീറ്റർ വീളം നീതിയും വരാവുന്ന രീതിയിലുള്ള ചെറിയൊരു പോർഷൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു കബോർഡ് സിസ്റ്റം കൊടുക്കുക. കബോർഡ് സിസ്റ്റം കൊടുത്തിട്ട് ആ കബോർഡ് ഫുള്ളായിട്ട് 7 അടി ഹൈറ്റ്, അതായത് 210 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന രീതിയിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് കൊള്ളിക്കാൻ സാധിക്കും. ഇനി അതിന് സെപ്പറേറ്റ് ക്യാബിനുകൾ കൊടുക്കുകയാണെങ്കിൽ, അതിൽ എക്സ്ട്രാ വർക്കുകൾ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ രീതിയിൽ യൂസ് ചെയ്യാം. ഇത് അഡ്വാൻസ്ഡ് ആയ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സെപ്പറേറ്റ് കോളംസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂംസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുമാത്രം എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അത് കൂടാതെ തന്നെ നമ്മൾ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് സിസ്റ്റം കഴിഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സൈഡിലായിട്ട് എൽ ഷേപ്പിലാണ് സാധാരണ നമ്മൾ ഡ്രസ്സിങ് ഏരിയ നമുക്ക് കിട്ടേണ്ടത്. ബാക്കി വരുന്ന ഏരിയ നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രൻസ് ആയിട്ട് വരും. അപ്പോൾ അതിന് വരുന്ന എൽ ഷേപ്പിൽ വരുന്ന കബോർഡിൻ്റെ താഴെയായിട്ട് നമ്മൾ മിറർ വരുന്നുണ്ട്. മിററിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെറിയൊരു പോർഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയുടെ. അതിൻ്റെ താഴെയും നമ്മൾ ഇതുപോലെ തന്നെ കബോർഡ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ റൂമിൻ്റെ അകത്തേക്ക് പോകാത്ത രീതിയിൽ ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു കണ്ണാടി കൂടി കൊടുത്താൽ നീറ്റായി. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡ്രസ്സിങ് ഏരിയയിലേക്ക് വന്നു. ഡ്രസ്സിങ് ഏരിയയിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ റൂമിൽ വരുന്ന അത്യാവശ്യം വേസ്റ്റ്, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുഷിഞ്ഞ വസ്ത്രം കാര്യങ്ങളൊന്നും തന്നെ റൂമിൻ്റെ അകത്തേക്ക് വരില്ല. ഈ ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ ക്ലീനിങ് അതുപോലെ തന്നെ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അവിടെ തന്നെ ഒരു കണ്ണാടി കാര്യങ്ങൾ മിറർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീറ്റ് ഏരിയ ആയി മാറിക്കഴിഞ്ഞു നമ്മുടെ റൂമിൻ്റെ അകത്ത് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു. ഈ പഴയ ഡ്രസ്സുകൾ ഇല്ലാത്ത രീതിയിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനുള്ള എഫക്റ്റും നമുക്ക് ഈ പറയുന്ന റൂമിൽ നമുക്ക് കിട്ടും. സെപ്പറേറ്റ് ഒരു റൂമിൻ്റെ അകത്ത് നമുക്ക് സ്പേസ് കുറവാണെങ്കിൽ നമ്മുടെ കബോർഡ് പോലും നമ്മുടെ റൂമിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യമില്ല. നേരെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ലൊരു ബാത്റൂം ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനോട് അറ്റാച്ച് ചെയ്ത് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ നമ്മൾ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ചെയ്യാമെന്നും എങ്ങനത്തെ ഡിസൈൻ ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്ക് റൂം എപ്പോഴും കൊണ്ടുനടക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.